മുഖമൊക്കെ തുടച്ചു വൃത്തിയാക്കും. മറ്റേ സ്ത്രീകൾ പറയും പോലീസിനെ വിളിക്കാം എന്ന്. അപ്പോ വൈഫ് പറയും പോലീസിനെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ഇയാളും ഒരു പോലീസ് ആണ് എന്ന് പറഞ്ഞ് അയാളുടെ ബാഡ്ജ് എടുത്ത് കാണിക്കും. അവരൊക്കെ ഷോക്കാവും. ഭാര്യ പറയും ഞാൻ കുറെ പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തതാ പോലീസിൽ, പക്ഷേ ആരും വിശ്വസിച്ചില്ല. ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അവർ പോവാൻ നോക്കുമ്പോ ബാക്കിയുള്ളവർ പോവാൻ സമ്മതിക്കൂല. എത്ര കാലം എന്ന് വെച്ചാ നിങ്ങൾ ഇയാളെ സഹിക്കാ, ഇതിനൊരു അന്ത്യം വേണ്ടേ എന്ന് പറഞ്ഞ് അവർ അവിടെ പിടിച്ചു വെക്കും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറയും. പക്ഷേ ഭാര്യ പേടിച്ചിട്ട് പറയും എനിക്കിവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാ മതി. അപ്പോ അവർ പറയും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ സഹായിക്കാം. പക്ഷേ എനിക്കിതിന് പറ്റില്ല, ഇയാളുടെ അടുത്ത് ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോ ഈ കടയുടെ ഓണർ പറയും എന്നാ ഞാൻ ചെയ്തോളാം, പ്ലാൻ എന്താണെന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അയാൾക്ക് ബോധം വരും. അയാളുടെ അടുത്തുള്ള ചെയറിലിരിക്കുന്നത് വൈഫ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അവളെ ശകാരിക്കും. അവളെ അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോ അവിടെയുള്ള മറ്റൊരു സ്ത്രീ വന്ന് അത് തടയും. നിങ്ങൾക്ക് ആൾ മാറി, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് അവർ പറയും. അപ്പോ അവിടെ ഇരുന്ന ആ പെണ്ണ് എണീറ്റ് മുഖം തുടക്കും. ഷോപ്പിന്റെ ഓണറാണ്.